stories on Club FM Star Jam. ലണ്ടനിൽ പോയി MBA പഠിച്ച് തിരിച്ചു വന്നിട്ട് സിനിമയിൽ കയറിയിട്ടുള്ള ഒരു ആക്ടർ എന്റെ കൂടെ ഉണ്ട്. ഹീസ് എ യങ് ആക്ടർ. മലർവാടിയിൽ നിന്ന് തുടങ്ങി തട്ടത്തൻമറയത്ത് വരെ എത്തി നിൽക്കുന്ന ഉസ്താദ് ഹോട്ടലിൽ കയറി അപ്പം കഴിക്കുന്ന ഭഗത് മാനുവൽ അഥവാ പുരുഷു അഥവാ ഹംസ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. പറ, എന്തൊക്കെയാണ്? ഞാൻ ലണ്ടനിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ടില്ല. പഠിക്കാൻ വേണ്ടി അവിടെ ചെന്നു, പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വരേണ്ടി വന്നു. പകുതി പഠിച്ചിട്ട് തിരിച്ചു. അതെ. ഈ ലണ്ടനിലേക്ക് പോകാൻ ഒരുപാട് പിള്ളേർ ആഗ്രഹിക്കുന്നുണ്ട്. ലണ്ടനിൽ പോകണം, ഓസ്ട്രേലിയയിലേക്ക് പോകണമെന്ന്. ബേസിക്കലി ലണ്ടനിൽ പോയി പഠിക്കുന്ന നല്ലതാണോ? നല്ല കാര്യം തന്നെയാണ്. കാരണം കുറെ ലാംഗ്വേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് കഴിഞ്ഞാൽ. അതിന്റെ സൂചന മനസ്സിലായി. അതെ, നിന്ന് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും കുറച്ച് വ്യത്യാസങ്ങളും കുറെ സിസ്റ്റമാറ്റിക് ആവും. ഈ ലണ്ടനിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, ഇപ്പൊ ഒരുപാട് പിള്ളേർ ആഗ്രഹിക്കുന്നുണ്ടാവും. പിന്നെ അവിടെ പഠിച്ചിറങ്ങിയ ലണ്ടനിൽ ഇപ്പൊ വെയിൽസ് യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വിലയുണ്ടാവും മറ്റുള്ളവരും. ലണ്ടനിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതൊക്കെയാ? എനിക്ക് അങ്ങനെ ചോദിച്ചാൽ കൃത്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പഠിച്ചത് വെയിൽസ് യൂണിവേഴ്സിറ്റിയാണ്. ഭയങ്കര സംഭവം. അത് അത്യാവശ്യം തിരക്കേടില്ലാത്തതാണ്. അവിടെ റാങ്കിങ് ഒക്കെ ഉണ്ടോ? അവിടെ റാങ്കിങ് ഒന്നുമില്ല. അവിടെ എന്ത് റാങ്കിങ്? അവിടെ ഞാൻ ചെല്ലുന്ന സമയത്താണ് വേൾഡ് ഫുട്ബോൾ നടന്നുകൊണ്ടിരുന്നത്. 2008 എനിക്ക് തോന്നുന്നു. ആ സമയത്ത് ക്ലാസ്സിൽ ചെറിയൊരു മോണിറ്റർ വെച്ചിട്ട് അവർ ഫുട്ബോൾ കാണും ക്ലാസ് എടുക്കണതിന്റെ ഇടയ്ക്ക്. അത് മ്യൂട്ട് ചെയ്തിട്ടും എന്നിട്ട് ഗോളെ കയറി കഴിയുമ്പോഴത്തേനും മിസ്സൊക്കെ ടീച്ചറോ? ആലോചിക്കേ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ കണ്ണ് തള്ളിയിരുന്നു. ടീച്ചർ ഗോൾ അടിക്കുന്നത് കാണാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇവിടുന്ന് കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത്? നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം അവിടെ ലണ്ടനിൽ കുറേ കോളേജുകൾ ഇപ്പോൾ അടച്ചു പൂട്ടിയിട്ടുണ്ട്. കുറേ കുട്ടികൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി ചേരുക, യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുക. അല്ലാതെ കോളേജുകൾ നമ്മുടെ ഇവിടുത്തെ ഈ ട്യൂട്ടോറിയൽ കോളേജ് പോലെയുള്ള കോളേജിലാണ് അവിടെ ഉള്ളത്. തീപ്പെട്ടി കോളേജ് അവിടെ പോയി ചേരാണ്ടിരിക്കുക. അങ്ങനെയുള്ളതിന് ചെന്ന് കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച അവിടുത്തെ നിങ്ങളുടെ കാശ് പോവും, എല്ലാം നഷ്ടപ്പെടും, തിരിച്ചു വരേണ്ടി വരും. നമ്മുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന് ഇപ്പോൾ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. കാരണം അവൻ തിരിച്ചു കയറി വരാൻ പറ്റില്ല. തിരിച്ചു കയറി വന്നാൽ ആ പൈസ മുഴുവൻ പോകും. ഇപ്പൊ ആൾ അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുക. ഓ, അത് ശരി. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. Fantastic. Anyways, thank you very much. So that's Bhagat Manuel with us on Club FM. ടൺ കണക്കിന് ഫൺ. London stories on Club FM Star Jam. മലയാള സിനിമയും ലണ്ടൻ സിറ്റിയും എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ക്ലബ് FM സ്റ്റാർ ജാമിൽ. ലണ്ടൻ സിറ്റിയിൽ പോയി MBA പഠിച്ച് പാസ്സായില്ല. അതിനു മുമ്പ് തന്നെ തിരിച്ചു വന്ന് സിനിമയിൽ അഭിനയിച്ച യങ് ആക്ടർ മലർവാടി ഫെയിം പുരുഷു അഥവാ ഭഗത് മാനുവൽ is here with me. സത്യം പറയും, ഒരു മൂവാറ്റുപുഴക്കാരൻ ലണ്ടനിൽ പോയപ്പോൾ ജീവിതം എങ്ങനെ മാറി? മൂവാറ്റുപുഴക്കാരൻ ലണ്ടനിൽ ഇപ്പൊ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. മൂവാറ്റുപുഴക്കാരൻ ലണ്ടനിൽ പോയപ്പോൾ കുറച്ച് ജീവിതം പഠിച്ചു. അതാണ് മെയിൻ. എന്താണ് അവിടെ പോയി പഠിച്ച ജീവിതം? ഞാൻ എന്റെ കോളേജിന്റെ സമയത്ത് ഞാൻ നമ്മുടെ ടാക്സി ഓടിക്കാൻ പോകുമായിരുന്നു. ഏത് കോളേജ്? ഞാൻ ഇവിടെ മൂവാറ്റുപുഴ HM ട്രെയിനിങ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ടാക്സി ഓടിക്കാൻ നമ്മുടെ റെന്റ് കാർ ഓടിക്കാൻ പോകുമായിരുന്നു. പക്ഷെ അത് എനിക്ക് എന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു വട്ടച്ചെലവിന് വേണ്ടിയിട്ടുള്ള ഒരു രസമായിരുന്നു എനിക്ക് പോകാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരോട് ചിലപ്പോൾ പെയിന്റിങ്ങിന് പോകും. അതൊരു രസം. വീട്ടിലറിയാതുള്ള പോക്കാണ് ഇതൊക്കെ. പെയിന്റിങ് അത് നിർമ്മല കോളേജിലൊക്കെ നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ആരും അറിയില്ല. എത്ര രൂപയാണ് അത്? അന്ന് 150 രൂപ 200 രൂപയ്ക്കാണ് ഒരു ദിവസം. അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ ലണ്ടൻ ഇവിടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു അയ്യോ എന്തൊരു ആരെങ്കിലും കണ്ടാലോ. അവിടെ പോയി നമ്മൾ കാറ് കഴുകുകയോ നമ്മൾ അവിടെ പോയി ബാത്റൂം കഴുകുകയോ നമ്മളവിടെ പോയി വെല്ലവന്റെ അടുക്കളപ്പുറത്ത് പണിയെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അന്തസ്സായിട്ടാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. എനിക്ക് മനസ്സിലാത്തൊരു കാര്യം അതാണ്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? ഇവിടെ പാർട്ട് ടൈം ജോബായിട്ട് ഇത്തരം ജോലികൾ കൊണ്ടുവരണം അല്ലേ? ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജോലി എടുപ്പിക്കണം. അതാണ് വേണ്ടത്. ജോലി എടുപ്പിച്ച് അതിന്റെ പൈസയുടെ എന്താണ് അതിന്റെ ഒരു വില എന്നുള്ളത് മനസ്സിലാക്കി വെച്ച് തന്നെ വളർത്തിയാൽ. അവിടെ പോയി എന്തൊക്കെ ജോലി ചെയ്തത്? അവിടെ പോയി ചെയ്തത് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്തു. ഒരു വീട്ടില് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെയ്തു. അതൊക്കെ നല്ല രസമുള്ള പണികളായിരുന്നു. എങ്ങനെയായിരുന്നു ലണ്ടനിലെ താമസം? താമസം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ടായിരുന്നു ഒരു വീട്ടിലായിരുന്നു. അവിടെ ഒരു പ്രമീൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആയിരുന്നു ഞങ്ങളുടെ അവിടെ ഹൗസ് ഓണർ. മലയാളി തന്നെയായിരുന്നു പുള്ളിക്കാരന്റെ വീട്ടിലാണ് താമസിച്ച് ഭക്ഷണമൊക്കെ മാറി ഉണ്ടാകും. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ കുക്കിങ്ങിനൊക്കെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. കാരണം ചിക്കൻ ചുമ്മാ ചവറ് പോലെ ചിക്കൻ കിട്ടും അവിടെ. ഏറ്റവും വില കുറവ് ചിക്കനാണ്. പിന്നെ ഇപ്പൊ ഹോട്ടൽ റെയ്ഡൊക്കെ നടക്കാണല്ലോ. ഉസ്താദ് ഹോട്ടലിൽ അഭിനയിച്ചല്ലോ. ലണ്ടനിലെ ഹോട്ടലും കേരളത്തിലെ ഹോട്ടലും വ്യത്യാസം പറയൂ. ലണ്ടനിലെ ഹോട്ടലില് എന്താ പറയാ, ആ ഹോട്ടലിലെ രീതി എന്താ? ഞാൻ ആകെ 2-3 ഹോട്ടലിലെ അവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. കാരണം നമ്മുടെ അതിനുള്ള പണമേ ഉണ്ടാവുള്ളൂ ആ സമയത്ത്. അതല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലണ്ടനിൽ ഷവർമയുണ്ടോ? ഷാനേ ഇത് ക്ലബ് FM. താങ്ക് യു വെരി മച്ച് ഭഗത്. താങ്ക് യു. ടൺ കണക്കിന് ഫൺ. London stories on Club FM Star Jam.
നമ്മളിൽ പലരും ലണ്ടൻ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. പക്ഷെ മലയാള സിനിമയിൽ പലരും ലണ്ടൻ കണ്ടിട്ടുണ്ട്. അവരിൽ ചിലരാണ് ഇന്ന് ലണ്ടന്റെ കഥകൾ പറയാൻ ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാമിൽ വന്നത്. ആൻഡ് ഫൈനലി ഈ ഷോ തുടങ്ങിയത് ഞാൻ റീമ കലിംഗലിനെ വെച്ചിട്ടാണ്. സോ ഇന്നത്തെ എപ്പിഡോസിന്റെ ക്ലൈമാക്സിനും കട്ട് പറയാനായിട്ട് ഞാൻ റീമയെ കൊണ്ടുവരാൻ പോവാണ്. വെൽക്കം ബാക്ക് ടു ദി ഷോ റീമ. Thank you, Shan, and this is Reema Kalingil here. On Star Jam, Club FML. Now tell me, ഒളിമ്പിക്സ് തീരാൻ പോവാണ്. അമ്പും വില്ലും AK-47 ഒക്കെ ആയിട്ട് നമ്മളും പോയി, കുറച്ച് മെഡൽ നമുക്കും കിട്ടി. ബട്ട് നമുക്ക് ഒരു ഗോൾഡ് കിട്ടണമെങ്കിൽ ആക്ച്വലി നമ്മൾ എന്തിനാ സപ്പോർട്ട് ചെയ്യേണ്ടത്? ക്രിക്കറ്റ്, ഫുട്ബോൾ, വാട്ട്സ് യുവർ ടേക്ക്? ഫുട്ബോളിനും ക്രിക്കറ്റിനൊക്കെ അത്യാവശ്യം കൂടുതൽ ആൾക്കാരുണ്ട്. So let's promote our national game, hockey. Okay, Shan, come on, let's do it together. Yeah, chuck the India. India. 4 കളി കളിച്ചു, 4ലും പൊട്ടി. Because നമ്മുടെ നാഷണൽ ഗെയിം ആയിട്ട് നമ്മൾ ബാക്കിയുള്ള കൺട്രീസിനോട് തോൽക്കുമ്പോൾ it feels really bad. ശരി, ഇനിയുള്ള 4 വർഷം നമുക്ക് ഹോക്കി മാത്രം സപ്പോർട്ട് ചെയ്യാം. I am Shan, radio jockey, and I love hockey. Chuck the India. Club FML Star Jamil ഇന്ന് ലണ്ടൻ സ്റ്റോറീസ് മാത്രമായിരുന്നു. ഒളിമ്പിക് സ്പെഷ്യൽ എപ്പിസോഡ്. Playing you the next track on Club FM. Have ton കണക്കിന് Ton fun.